الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. ഏറ്റവും ആദരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ റമദാൻ ഷരീഫിൽ ജീവിക്കുവാനും ആരോഗ്യത്തോടുകൂടി അനുഷ്ഠാന കർമ്മങ്ങളിൽ വ്യാപൃതരാകാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ്. പരിശുദ്ധ റമദാൻ പകുതി പിന്നിട്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഇനി കഴിഞ്ഞ അത്ര ദിവസങ്ങൾ ഇനി നമുക്കില്ല. അതുകൊണ്ട് തുടക്കത്തിലൊക്കെ നമുക്കുണ്ടാകുന്ന ആവേശം സ്വാഭാവികമായും ദിവസങ്ങൾ പിന്നിടുമ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് നമുക്കുള്ള അനുഭവങ്ങളും സാഹചര്യങ്ങളും അങ്ങനെയാണ്. എന്നിരുന്നാലും ബാക്കിയുള്ള ദിവസങ്ങൾ പരമാവധി ഈ അവസരം ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, എന്നോട് സംസാരിക്കാൻ നിർദ്ദേശമുള്ള വിഷയം ശ്രേഷ്ഠമായ ആരാധന എന്നുള്ളതാണ്. ശ്രേഷ്ഠമായ ആരാധന എന്ന വിഷയം കേൾക്കുമ്പോൾ തന്നെ എന്ത് വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ആ വിഷയത്തെ ചെറിയ ഒരു മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നു. ശ്രേഷ്ഠമായ ആരാധന എന്നുള്ളതിന് ഞാൻ ആരാധനകളെ ശ്രേഷ്ഠമാക്കാൻ എന്ന് ചെറിയ ഒരു തിരുത്ത് മാറ്റിയിട്ടുണ്ട്. എന്താണ് ശ്രേഷ്ഠമായ ആരാധന എന്ന് ചോദിച്ചാൽ, പരിശുദ്ധ ഇസ്ലാമിലെ ഏറ്റവും മഹത്തായ കർമ്മം അത് നമസ്കാരമാണ്. നമ്മളൊക്കെ കേട്ട് പരിചയമുള്ള തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു മനുഷ്യൻ്റെ ശരീരം കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയാണ് നമസ്കാരം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ശരീരം കൊണ്ട് ചെയ്യുന്ന എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഇബാദത്തിൻ്റെ സ്ഥാനം ശരീരമോ അതോ ഹൃദയമോ അതോ രണ്ടും കൂടിയാണോ? ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഞാൻ എന്നോട് ചോദിക്കുകയാണ്, അത് നിങ്ങൾ മറുപടി പറയേണ്ട, നിങ്ങളോട് ചോദിച്ചാൽ മതി.
നമസ്കാരത്തിന്റെ സ്ഥാനം അത് ശരീരമാണോ അതോ ഹൃദയമാണോ അതോ രണ്ടും കൂടിയാണോ? നമ്മൾ നേരത്തെ പറഞ്ഞ സെന്റൻസ് എന്താണ്? ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ പ്രവൃത്തി എന്നാണ്. സഹോദരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, ആരോഗ്യവാനായ ഒരു മനുഷ്യൻ, ആ മനുഷ്യന് ഹൃദയ സാന്നിധ്യമില്ലാതെ അയാളുടെ ശരീരം കൊണ്ട് ചെയ്യുന്നു നമസ്കാരം. ഹൃദയ സാന്നിധ്യമില്ലാതെ ഒരു മനുഷ്യൻ അയാളുടെ ശരീരം കൊണ്ട് നമസ്കരിക്കുന്നു. ആ നമസ്കാരത്തെക്കുറിച്ച് നമുക്ക് എന്താണ് അഭിപ്രായമുള്ളത്? ആ നിസ്കാരം സ്വീകാര്യമല്ല. എന്നാൽ നേരെ മറിച്ച് നോക്കൂ, ശരീരം തളർന്ന ഒരു മനുഷ്യൻ, അയാളുടെ ശരീരം ചലനമില്ലാതെ കിടക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ കിടന്ന അയാളെ കൈ അനക്കുവാനോ അയാളുടെ കാലെടുത്തു വെക്കുവാനോ ഒന്നിനും സാധിക്കാതെ തീർത്തും നിശ്ചലനായി കിടക്കുന്ന ഒരു മനുഷ്യൻ, ആ കിടന്ന കിടപ്പില്ല മനുഷ്യൻ ഖിബിലക്കഭിമുഖമായി തിരിഞ്ഞു കിടന്നുകൊണ്ട് അയാളുടെ ഹൃദയം കൊണ്ട് അയാൾ നമസ്കരിക്കുന്നു. അയാളുടെ നിസ്കാരം സ്വീകാര്യമാണോ അല്ലയോ? എവിടെയാണ് സഹോദരങ്ങളെ മനുഷ്യന്റെ ഇബാദത്തിന്റെ സ്ഥാനം? ശരീരമാണോ ഹൃദയമാണോ? അതാണ് പ്രസക്തമായ ചോദ്യം. ശരീരമല്ല, ഹൃദയമാണ് ഏറ്റവും മർമ്മപ്രധാനമായ സ്ഥാനം. ശരീരത്തിന് സ്ഥാനമില്ല എന്നല്ല, ശരീരം കൊണ്ട് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ശരീരം കൊണ്ട് മാത്രമല്ല, ഹൃദയം കൊണ്ടാണ് ഇബാദത്തിന് ഏറ്റവും പ്രധാനമായ സ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സാധാരണ കുട്ടികളെ നമസ്കാരം ശീലിപ്പിക്കാറുണ്ട്. നമ്മളൊക്കെ നമ്മുടെ മാതാപിതാക്കൾ നിസ്കാരം ശീലിപ്പിച്ച് അങ്ങനെ പഠിച്ചു വന്ന നമ്മളാണ്. നമ്മൾ കുട്ടികളെ, നമ്മുടെ മക്കളെ നമ്മൾ നിസ്കാരം ശീലിപ്പിക്കുന്നു. കുട്ടികൾക്ക് ആ നിസ്കാരത്തിൽ ഉള്ള പ്രാർത്ഥനകളും അദ്കാറുകളും ഒക്കെ നമ്മൾ ചൊല്ലിപ്പഠിപ്പിക്കാറുണ്ട്. കുട്ടികൾ നിസ്കരിക്കും. ആ ചൊല്ലിപ്പഠിച്ച് ആ കുട്ടികൾ നിസ്കരിക്കും. നിസ്കാരത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ? സാരല്ല, ചൊല്ലുന്ന പ്രാർത്ഥനയിൽ അബദ്ധം സംഭവിച്ചാൽ കുട്ടിയല്ലേ, അത് സാരമില്ല. ആ ഒരു അവസ്ഥയിൽ ആ കുട്ടി ചെയ്യുന്ന പ്രവർത്തനത്തിൽ ന്യൂനതയുണ്ടാകാം, ആ കുട്ടി ചെല്ലുന്ന കാര്യങ്ങൾ ന്യൂനതയുണ്ടാകാം. അതൊക്കെ നമ്മൾ നിസ്സാരമാക്കി അങ്ങനെ മാറ്റിവെച്ചു. അതേ പാഠമാണ്, ആ കുട്ടി പഠിച്ച പാഠമാണ് ആ കുട്ടി 15 വയസ്സാകുമ്പോൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതേ നിസ്കാരമാണ് കുട്ടി 20 വയസ്സാകുമ്പോൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതേ നിസ്കാരമാണ് 60ഉം 70ഉം വയസ്സായവർ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മുടെ കൺമുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങളാണ്. ആ തെറ്റോടുകൂടി, ആ രീതിയോടുകൂടി, ആ രൂപത്തോടുകൂടിയുള്ള നിസ്കാരം നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ആ നിസ്കാരത്തിൽ വല്ല മാറ്റവും നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? എന്റെ നമസ്കാരം പരിപൂർണമാണോ? എന്റെ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രതിഫലം നൽകാൻ പര്യാപ്തമായിട്ടുള്ള ഒരു ഇബാദത്തായ നിസ്കാരമാണോ ഞാൻ ചെയ്യുന്നത് എന്ന് ഞാനും നിങ്ങളും ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ കുട്ടികൾക്ക് നമ്മൾ ചൊല്ലിപ്പഠിപ്പിച്ചല്ലോ. യഥാർത്ഥത്തിൽ നിസ്കാരത്തിൽ ചൊല്ലാൻ വല്ലതുമുണ്ടോ? യഥാർത്ഥ നിസ്കാരത്തിൽ ചൊല്ലാൻ ഒന്നുമില്ല എന്നുള്ളതാണ്. നിസ്കാരത്തിൽ ചൊല്ലാൻ ഒന്നുമില്ല. ചൊല്ലുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മനഃപ്പാഠം പഠിച്ച കാര്യം ആവർത്തിച്ച് ഉരുവിടുന്നതിനെയാണ് ചൊല്ലുക എന്ന് പറയുന്നത്. ചൊല്ലൽ നിസ്കാരത്തിലുണ്ടോ? ഇല്ല. മറിച്ച് നിസ്കാരത്തിലുള്ളത് എന്താണ്? നിസ്കാരത്തിലുള്ളത് പ്രകീർത്തനവും പ്രതിജ്ഞയും പ്രാർത്ഥനയുമാണ്. നിസ്കാരത്തിലുള്ളത് അല്ലാഹുവിനെ പ്രകീർത്തിക്കുകയാണ്, അവന്റെ മുമ്പിൽ കൈകെട്ടി നിന്നുകൊണ്ട് പ്രതിജ്ഞ ചെയ്യുകയാണ്, അതേപോലെ തന്നെ അവനോട് പ്രാർത്ഥിക്കലാണ്. ഈ 3 കാര്യവുമാണ് നിസ്കാരത്തിലുടനീളമുള്ളത്. ആ ഒരു മാനസികാവസ്ഥ നമുക്ക് സമ്പാദിക്കാൻ സാധിച്ചിട്ടുണ്ടോ? നിസ്കാരത്തിൽ ആദ്യമായി നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് വന്ന് ആ തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നിന്നാൽ നമ്മുടെ മനസ്സിൽ ആദ്യമായി വരുന്ന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. അർത്ഥം നമുക്ക് പറയേണ്ടതില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അർറഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ. മാലികി യൗമിദ്ദീൻ, പ്രതിഫല നാളിന്റെ ഉടമസ്ഥനായ. സഹോദരങ്ങളെ, ഇത് അള്ളാഹുവിനുള്ള പ്രകീർത്തനമാണ്.
അള്ളാഹുവിനെ മഹത്വപ്പെടുത്തലാണ്, അവന്റെ പദവിയെ വാഴ്ത്തിപ്പറയലാണ്, അവൻ തസ്ബീഹും അതേപോലെ തന്നെ സ്തോത്ര കീർത്തനങ്ങൾ നടത്തലാണ്. അതാണ് ആദ്യമായി ആ ഒരു അവസ്ഥ നാം നിസ്കരിക്കുമ്പോൾ നാം ചൊല്ലുന്ന ഫാത്തിഹ സൂറത്തിന്റെ ആരംഭത്തിൽ നമുക്ക് ആ ഒരു മാനസികാവസ്ഥ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. അതിനുശേഷം രണ്ടാമത് പറയുന്നത് എന്താണ്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അത് അല്ലാഹുവോടുള്ള പ്രതിജ്ഞയാണ്. അല്ലാഹുവേ, ഞാൻ നിന്നെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ, നിനക്ക് വേണ്ടി മാത്രമാണ് ഇബാദത്ത് ചെയ്യുന്നത് എന്നുള്ള വളരെ ശ്രദ്ധേയമായിട്ടുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥന നമ്മുടെ മനസ്സിലേക്ക് കയറി വരണം. എങ്ങനെ കയറി വരണം? അല്ലാഹുവേ എന്റെ നാട്ടിൽ കല്ലിനെ ആരാധിക്കുന്ന മനുഷ്യന്മാർ, മരത്തിനെ ആരാധിക്കുന്ന മനുഷ്യന്മാർ, അതേപോലെ തന്നെ ജീവനുള്ളവനെയും ജീവനില്ലാത്തതിനെയും എന്തെല്ലാം വസ്തുക്കളെ കണ്ടുവോ അതിനെ മുഴുവനും ആരാധിക്കുന്ന മനുഷ്യർക്കിടയിൽ നാഥാ ഞാനില്ല, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, ഞാൻ എൻ്റെ രക്ഷിതാവിന് വേണ്ടിയല്ലാതെ മറ്റാരോടും ഇബാദത്ത് ചെയ്യുകയില്ല എന്ന് നാഥാ ഞാനിതാ എൻ്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രതിജ്ഞ ചെയ്യുന്നു എന്നുള്ള പ്രതിജ്ഞയാണ്. സഹോദരങ്ങളെ, ആ ഒരു മാനസികാവസ്ഥ നമുക്ക് നിസ്കാരത്തിൽ സമ്പാദിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഈ പ്രതിജ്ഞയ്ക്ക് ശേഷം നമ്മൾ എന്താണ് പറയുന്നത്? ഈ പ്രതിജ്ഞയ്ക്ക് ശേഷം നമ്മൾ പറയുന്ന വളരെ ശ്രദ്ധേയമായ ഒരു ചോദ്യമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു പ്രാർത്ഥന. അവൻ ചോദിക്കുകയാണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ, ചൊവ്വായ മാർഗത്തിൽ ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണമേ എന്നുള്ള ആ ഒരു ഹിദായത്തിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്താനുള്ള ശ്രദ്ധേയമായ ചോദ്യം അല്ലാഹുവോട് നമ്മൾ ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, ആ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് എന്തായിരുന്നു? ആ ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് ചോദിക്കുമ്പോൾ അല്ലാഹു നമുക്ക് ഉത്തരം നൽകണം. എവിടെയാണ് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദങ്ങൾ എന്തൊക്കെയാണ്? രാവിലെ മുസ്ലിമായി പുറത്തിറങ്ങിയ മനുഷ്യൻ, നമ്മുടെ വിദ്യാർത്ഥിനികൾ, അവർ വൈകുന്നേരം തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ അവർ മുസ്ലിം അല്ലാതെ കാഫിറായി കൊണ്ടുവരുന്ന ആളുകൾ, യുക്തിവാദികളായി കൊണ്ടുവരുന്ന ആളുകൾ, അതുപോലെ തന്നെ ലിബറൽ ചിന്താഗതി പേറിക്കൊണ്ടുവരുന്ന മുസ്ലിങ്ങൾ, അതേപോലെ തന്നെ സർവമത സത്യവാദത്തിന്റെ ആളുകളായിക്കൊണ്ട് സമൂഹത്തിലെ ഓരോ ആളുകളും പുറത്തിറങ്ങി വൈകുന്നേരം തിരിച്ചു വരുമ്പോഴേക്കും മുസ്ലിമായി സുബഹി നിസ്കരിച്ചുകൊണ്ട് പുറത്തുപോയ മനുഷ്യൻ തിരിച്ചു വരുമ്പോൾ അവരുടെ ഇസ്ലാം, അവരുടെ ദീൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ രൂപത്തിലുള്ള ചിന്താഗതി പേറിക്കൊണ്ടാണ് അവർ തിരിച്ചു വരുന്നത്. സഹോദരങ്ങളെ, ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അല്ലാഹുവേ, ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യന്മാർ പിഴച്ചുപോയിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വന്നുകൊണ്ടാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അല്ലാഹുവേ നേരായ മാർഗത്തിൽ എന്നെ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ അവിടുത്തെ നിസ്കാരത്തിന്റെ പ്രാർത്ഥനകളിൽ, ഖുർആൻ പാരായണത്തിൽ, ഫാത്തിഹ പാരായണത്തിൽ ഒരു പ്രത്യേക ശബ്ദം കേൾക്കുമായിരുന്നു. ഒരു കല്ല് ഉരസുന്ന രൂപത്തിലുള്ള ഒരു ശബ്ദം സ്വഹാബത്തിന് അനുഭവപ്പെടുമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ടായിരുന്നു നിസ്കരിച്ചിരുന്നത്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വുളൂ ചെയ്യുമ്പോൾ തന്നെ കരഞ്ഞുകൊണ്ടിരുന്നു. എന്തുകൊണ്ട്? വുളൂ ചെയ്തതിനു ശേഷം നിസ്കരിക്കാൻ വേണ്ടി പോയി നിൽക്കുന്നത് ഒരു പ്രധാനമന്ത്രിയുടെ മുമ്പിലല്ല, ഒരു MLA മുമ്പിലല്ല, ഈ ലോകത്തെ മുഴുവൻ മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ എന്റെയും നിങ്ങളുടെയും ശിരസിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഓരോ രക്തത്തുള്ളികളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബുൽ ഇസ്സത്തായ അല്ലാഹു സുബ്ഹാനഹു വ തആല, അവന്റെ മുമ്പിലാണ് ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്നുള്ള ഒരു ഖൗഫ് കൊണ്ട് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം വുളൂ ചെയ്തിരുന്നത്. എന്തുകൊണ്ടാണ് അവരുടെ സങ്കടം വന്നത്? എന്തുകൊണ്ടാണ് അവർ ഭയപ്പെട്ടത്? സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഖുലൂബ ബൈന ഇസ്ബഅൈനി മിൻ അസാബിഹു യുഖല്ലിബുഹാ കൈഫ യശാ. ഇന്നൽ ഖുലൂബ മിൻ ബൈന ഇസ്ബഅൈ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രണ്ട് വിരലുകൾക്കിടയിലാണ് അടിമകളുടെ ഹൃദയം. അത് അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ മാറ്റിമറിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാര്യമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്.
സഹോദരങ്ങളെ, ഈ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ പിടികൂടിയാൽ ഏത് നിമിഷവും എൻ്റെ ദീൻ നഷ്ടപ്പെട്ടേക്കാം. എൻ്റെ ഹൃദയത്തെ പരിശുദ്ധ ദീനിൽ ഉറച്ചു നിൽക്കുന്ന എൻ്റെ ഹൃദയത്തെ അടുത്ത നിമിഷം ഏതവസ്ഥയിലേക്ക് ഞാൻ മാറിപ്പോകുമോ? ഞാൻ യുക്തിവാദിയായി മാറുമോ? ഞാൻ ശിർക്കൻ വിശ്വാസിയായി മാറുമോ? ഞാൻ ലിബറൽ ചിന്താഗതിക്കാരനായി മാറുമോ? ഞാൻ സർവ്വമത സത്യവാദത്തിന്റെ ആളായി മാറുമോ എന്നുള്ള ഒരു ഭയം അവനെ പിടികൂടിക്കൊണ്ടാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് നാം പ്രാർത്ഥിക്കേണ്ടത്. നാം അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. പ്രവാചകന്മാർ ഭയപ്പെട്ടില്ലേ? പ്രവാചകന്മാർ പോലും ഭയപ്പെട്ടു സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന എന്താണ്? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയത്തെ മാറ്റിമറിക്കുന്ന നാഥ, എൻ്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തണമേ എന്നുള്ള ശ്രദ്ധേയമായ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയും അനുചരന്മാരെ പഠിപ്പിക്കുകയും ചെയ്തു. നോക്കൂ നിങ്ങൾ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിൻ തഅ്വീൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, ഞാൻ കിണറ്റിലെറിയപ്പെട്ടവനാണ്, ഞാൻ അടിമയായി ചന്തയിൽ വിൽക്കപ്പെട്ടവനാണ്, ഞാനൊരു രാജാവിന്റെ ജോലിക്കാരനാണ്, സമൂഹം എന്നെ കുറ്റവാളിയായിക്കൊണ്ട് എന്നെ ജയിലിലടക്കപ്പെട്ടു നാഥ. അവിടെ നിന്ന് റബ്ബേ, എനിക്ക് നീ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക്, അല്ലാഹുവേ, രാജാധികാരത്തിൽ നിന്ന് നീ എനിക്ക് നൽകി. വഅല്ലംതനി മിൻ തഅ്വീൽ അഹാദീസ്, സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അല്ലാഹുവേ നീ എന്നെ പഠിപ്പിച്ചു. ഫാത്തിറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികൾ സൃഷ്ടാവായ അല്ലാഹുവേ, അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ, അല്ലാഹുവേ നീയാണ് ഇഹലോകത്തും പരലോകത്തും എൻ്റെ രക്ഷിതാവ്. എന്നിട്ടോ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താണ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നത്? തവഫനി മുസ്ലിമൻ. ഒരു പ്രവാചകൻ പ്രാർത്ഥിക്കാണ്, അല്ലാഹുവേ, എന്നെ മുസ്ലിമായി കൊണ്ടല്ലാതെ നീ മരിപ്പിക്കല്ല നാഥ. എന്തുകൊണ്ടെന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമയുടെ ഹൃദയം മാറ്റിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മരിക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ ഹൃദയം ഏതവസ്ഥയിലായിരിക്കും, ഏത് വിശ്വാസത്തിലാണ് ഞാൻ മരിക്കുക എന്നുള്ള ചിന്ത പ്രവാചകന്മാരെ പോലും പിടികൂടിയിട്ടുണ്ടായിരുന്നു. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ സൽവൃത്തരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ. സഹോദരങ്ങളെ, ഇതാണ് ചോദ്യം. ഈ ഒരു മാനസികാവസ്ഥയോടുകൂടി ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് ചോദിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചുവെങ്കിൽ സഹോദരങ്ങളെ, മറുപടി കിട്ടും. ചോദിക്കുന്നവൻ ചോദിക്കേണ്ടതുപോലെ ചോദിക്കേണ്ടവനോട് ചോദിച്ചാൽ നമുക്ക് മറുപടി കിട്ടും. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് ഒരു അടിമ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അല്ലാഹുവോട് ചോദിച്ചാൽ, ഹാദാ ലി അബ്ദി വല അബ്ദി മാ സഅല, എന്റെ അടിമക്കുള്ളതാണ്, വല അബ്ദി മാ സഅല, എന്റെ അടിമ ചോദിച്ചത് ഞാൻ അവന് നൽകുക തന്നെ ചെയ്യും. ആ ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്തണമെന്ന് അല്ലാഹു ഉദ്ദേശിച്ചാൽ, ഉറച്ചു നിൽക്കണമെന്ന് നാം ആഗ്രഹിച്ചാൽ, സഹോദരങ്ങളെ, മനസ്സ് നന്നാക്കിക്കൊണ്ട്, മാനസികാവസ്ഥ നന്നാക്കിക്കൊണ്ട്, ഹൃദയ സാന്നിധ്യത്തോടുകൂടി ഈ പ്രാർത്ഥന ചോദിക്കാൻ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, നമ്മുടെ ശൈലി എന്താണ്? നമ്മുടെ നിസ്കാരത്തിന്റെ ശൈലി എന്താണ്? നമ്മുടെ നിസ്കാരത്തിന്റെ രൂപം എന്താണ്? നമ്മുടെ നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന ഫാത്തിഹയുടെ രീതി ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ചൊല്ലുന്ന രീതിയിൽ ഈ പറഞ്ഞ അവസ്ഥയിൽ ഒന്ന് ചോദിച്ചു നോക്കൂ. നിങ്ങൾ കടയിൽ പോയി ഒരു സാധനം ചോദിച്ചു നോക്കി. ഒരു 3-4 സാധനങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് പറഞ്ഞു നോക്കാണി, പറഞ്ഞു നോക്കുകയാണെങ്കിൽ ആ കടക്കാരൻ പോയി പണി നോക്കാൻ പറയില്ലേ? ആ ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ ചോദിക്കുന്ന അല്ലാഹുവോട്. പണ്ടൊരു കുട്ടി ഒരാളെടുക്കൽ ഒരു എഴുത്തു കൊടുത്തയച്ചു കടയിലേക്ക് ഒരു സാധനം വാങ്ങാൻ എഴുത്തു കൊടുത്തയച്ചു, ചുക്കുമൂൾ ലഗതി പട്ടി. ആ കുട്ടി കടയിൽ പോയി വായിച്ചു. കടക്കാരൻ ചോദിച്ചു, എന്താ വേണ്ടത് ചോദിച്ചു. ആ കുട്ടി പേപ്പറിൽ നോക്കിയിട്ട് വായിച്ചു, ചുക്കുമൂൾ ലഗതി പട്ടിന്ന്. കടക്കാരൻ പറഞ്ഞ ആ സാധനം ഇവിടെ ഇല്ലായിരുന്നു. ചുക്കുമുണ്ടോ ചോദിച്ചു, ഇല്ലായിരുന്നു. ലഗതി ഉണ്ടോ ചോദിച്ചു, അതില്ലായിരുന്നു. പട്ടി അതുണ്ടോ ഇല്ലായിരുന്നു. സംഭവം എന്താ? ചുക്ക് അവിടെ സ്റ്റോപ്പുണ്ട്, അവിടെ നിർത്തിയില്ല. മുളക് അതുണ്ട്, പിന്നെ തീപ്പെട്ടിയാണ്. ഇതിന് കൂട്ടി വായിച്ചു. ഈ രൂപത്തിൽ സഹോദരങ്ങളെ, നമ്മൾ തമാശ പറഞ്ഞതാണ്,
ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ പ്രാർത്ഥനകളും തസ്ബീഹുകളും നമ്മുടെ സൂറത്തുൽ ഫാത്തിഹയും ഈ ഒരു അർത്ഥത്തിൽ അതിൻ്റെ അർത്ഥമോ ആശയമോ മനസ്സിലാക്കാതെ ഹൃദയത്തിൽ ഒരു സ്ഥാനവുമില്ലാത്ത രൂപത്തിൽ നാം പ്രാർത്ഥിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ ഉത്തരം പറയാനാണ് സഹോദരങ്ങളെ? അതുകൊണ്ട് സഹോദരങ്ങളെ എങ്ങനെ ചോദിക്കണം? എങ്ങനെയാണ് അല്ലാഹുവോട് ചോദിക്കേണ്ടത്? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹ് ഫഇന്നഹു യറാക്. അതാണ് ചോദിക്കേണ്ടത്. ആ രീതിയാണ് ചോദിക്കേണ്ടത്. അൻ തഅബുദല്ലാഹ, നീ അല്ലാഹുവിനെ ആരാധിക്കണം. കഅന്നക തറാഹു, അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ. നിനക്ക് അല്ലാഹുവിനെ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ ഒരു മാനസികാവസ്ഥയിൽ അല്ലാഹുവോട് ചോദിക്കാൻ നമുക്ക് സാധിക്കണം. ആ ഒരു മാനസികാവസ്ഥ കൈവരിക്കാൻ നമുക്ക് സാധിക്കണം സഹോദരങ്ങളെ. അതാണ് വേണ്ടത്. നിസ്കാരത്തിനൊരു സംതൃപ്തി ഉണ്ട്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഒരു മാനസികാവസ്ഥ ഉണ്ടാകണം, ഒരു സംതൃപ്തി ഉണ്ട്. നമുക്ക് എപ്പോഴാണ് സംതൃപ്തി ഉണ്ടാകല്? നമുക്ക് സംതൃപ്തി ഉണ്ടാകല് തറാവീഹ് നിസ്കാരം കഴിഞ്ഞിട്ട് ഇമാമ് സൂറത്തുൽ ഇഖ്ലാസ് ചൊല്ലി തുടങ്ങിയാൽ എന്തായി? അപ്പോൾ നമ്മുടെ മനസ്സിൽ സംതൃപ്തി. നിസ്കാരം അവസാനിക്കുകയാണ്, കഴിഞ്ഞല്ലോ. ഇതാണ് നമ്മുടെ സംതൃപ്തി. എന്നാൽ യഥാർത്ഥ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു സംതൃപ്തി ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാ ബിലാൽ അഖിമിസ് സലാത്ത അരിഹ്നാ ബിഹാ. യാ ബിലാൽ, ബിലാൽ അല്ലാഹുവിനെ വിളിക്കുകയാണ്. യാ ബിലാൽ അഖിമിസ് സ്വലാ, നിസ്കാരത്തിന് ബാങ്ക് വിളിക്കൂ. അരിഹ്നാ ബിഹാ, നമുക്ക് അതുകൊണ്ട് റാഹത്താകാം, നിസ്കാരം കൊണ്ട് റാഹത്താകാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. നമുക്ക് ആ റാഹത്ത് നിസ്കാരം കഴിയുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത് എന്നർത്ഥം. സഹോദരങ്ങളെ, ഈ നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അതിന് കുഴപ്പമില്ല. അർറഹ്മാനിർ റഹീം ഒരു കുഴപ്പമില്ല. മാലിക് യൗമിദ്ദീൻ ഒരു പ്രശ്നമല്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ള പ്രാർത്ഥനക്കൊരു പ്രതിജ്ഞക്കൊരു കുഴപ്പമില്ല. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നുള്ള പ്രാർത്ഥനക്ക് ഒരു പ്രശ്നവുമില്ല, ഒരു കുഴപ്പവുമില്ല. പക്ഷേ നാം പാകം ചെയ്യുന്ന ഭക്ഷണം, നാം സുഭിക്ഷമായി ഒരു ഭക്ഷണം പാകം ചെയ്തു. ആ ഭക്ഷണം പാകം ചെയ്ത് അതിൻ്റെ മണം നമുക്ക് ആ ഭക്ഷണത്തോട് ആർത്തി ഉണ്ടാക്കുന്ന മണമാണ്. അതിൻ്റെ രുചി, നമ്മുടെ നാവിൽ വെള്ളമൂറുന്ന രുചിയാണ് ഭക്ഷണത്തിനുള്ളത്. പക്ഷെ ആ ഭക്ഷണം നമ്മൾ വിളമ്പിയത് ദുർഗന്ധം വമിക്കുന്ന ഒരു പാത്രത്തിലാണ്. വൃത്തികെട്ട ഒരു മനുഷ്യനാണ് ആ ഭക്ഷണ തളികയുമായി ചുമന്നു പോകുന്നതെങ്കിൽ, സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ആ ഭക്ഷണം എത്ര രുചിയുണ്ടെങ്കിലും, ആ ഭക്ഷണത്തിന് എത്ര മണമുണ്ടെങ്കിലും എനിക്കും നിങ്ങൾക്കും അത് സ്വീകരിക്കാൻ സാധിക്കില്ലെന്നതുപോലെ തന്നെ നാം ചൊല്ലുന്ന പ്രാർത്ഥനകളും നാം ചൊല്ലുന്ന ഫത്തിഹ സൂറത്തുകളും നമ്മുടെ തസ്ബീഹുകളും നമ്മുടെ പ്രാർത്ഥനകളും അതിനൊന്നും യാതൊരു ന്യൂനതയുമില്ലെങ്കിലും അത് വഹിച്ചു കൊണ്ടുപോകുന്ന എൻ്റെ ശരീരത്തിനും എൻ്റെ ഹൃദയത്തിനും എൻ്റെ നാവിനുമാണ് വൈകല്യമുള്ളത് എന്നുള്ള തിരിച്ചറിവ് സഹോദരങ്ങളെ എനിക്കുമുണ്ടാകണം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ പ്രവർത്തനം, നമ്മുടെ നിസ്കാരം അത് സ്വീകരിക്കപ്പെടുന്ന പ്രവർത്തനമാണെങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കണം. 5 മിനിറ്റ് കൂടി. അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കണം. നോക്കൂ നിങ്ങൾ, മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദൈ വഅൻ അഅമൽ സ്വാലിഹൻ തർലാ വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദികസ് സ്വാലിഹീൻ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദൈ. റബ്ബേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ നീ എനിക്ക് പ്രചോദനമാകണമേ. അതേപോലെ തന്നെ വഅൻ അഅമൽ സ്വാലിഹൻ തർലാ, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം പ്രവർത്തിക്കാനും നീ എനിക്ക് പ്രചോദനം. തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം പ്രവാചകന്മാരുടെ പ്രാർത്ഥനയാണ്. നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചു ഇതുവരെ? അല്ലാഹു, എൻ്റെ സൽക്കർമ്മം നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മമാകണേ എന്ന് പ്രവാചകന്മാർ പ്രാർത്ഥിച്ചുവെങ്കിൽ നമുക്കങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിച്ചിട്ടുണ്ടോ? സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. തൃപ്തിപ്പെടുന്ന പ്രവർത്തനമാക്കി നമുക്ക് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ ഒരു മാനസികാവസ്ഥ നിസ്കാരത്തിന്റെ തുടക്കം മുതൽ, ഇപ്പൊ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ മുതലല്ലേ പറഞ്ഞത്, എന്ന് തുടങ്ങി റുകൂഇൽ ചൊല്ലുന്നത്, അതുപോലെ തന്നെ ചൊല്ലുന്ന മുഴുവൻ തശഹ്ഹുദ് വരെ, സലാം വീട്ടുന്നത് വരെയുള്ള മുഴുവൻ പ്രാർത്ഥനകളുടെ ആശയം മനസ്സിലാക്കി അത് ഹൃദയ സാന്നിധ്യത്തോടുകൂടി ചൊല്ലാൻ അതിനൊന്ന് ഒരുങ്ങണം നമ്മൾ നിസ്കാരത്തിന്. എനിക്ക് പറയാനുള്ളത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അധ്വാനം
അധ്വാനിക്കേണ്ടത് അതിനു വേണ്ടിയാണ്. നമ്മുടെ മുമ്പിൽ ഒരു വലിയ പർവ്വതം കണ്ടാൽ ആ പർവ്വതത്തെ പിടിച്ച് പൊടിച്ച് നിരപ്പാക്കണമെന്ന് ഒരു JCB ഇല്ലാതെ നമ്മോട് പറഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ കൈ നോക്കാം, ശ്രമിച്ചു നോക്കാം, ചിലപ്പോൾ ശ്രമിച്ചേക്കാം, കുറച്ചും വൈകുന്നുള്ളൂ. അതിലേറെ പ്രയാസമുള്ള ഒരു കാര്യമാണ് നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ സലാം വീട്ടുന്നത് വരെ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് ഹൃദയത്തെ അതിൽ ഉറപ്പിച്ചു നിർത്താൻ സാധിക്കുക എന്നുള്ളത്. കഴിഞ്ഞോളുന്നില്ല, പോയാലും തിരിച്ചു കൊണ്ടുവരാൻ കഴിയണം. ചിലപ്പോൾ നഷ്ടപ്പെടും. ചിലപ്പോൾ നമ്മൾ ഫാത്തിഹ സൂറത്ത് ഈ പ്രസംഗം കേട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ഉഷാറാക്കി, ഫാത്തിഹ സൂറത്ത് ചൊല്ലുമ്പോൾ ഒന്ന് ഉഷാറാക്കി ചൊല്ലുക എന്നൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ ചൊല്ലി എന്നിട്ട് നമ്മൾ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീമിന്റെ അടുത്തുമ്പോഴേക്ക് നമ്മൾ ശ്രദ്ധ പോയിട്ടുണ്ടാവും. നമ്മുടെ പിശാച് മറ്റെന്തോ ചിന്ത നമ്മുടെ കൊണ്ടുവന്നിട്ടുണ്ടാവും. നമ്മൾ സോഷ്യൽ മീഡിയയുടെ ആളുകളാണല്ലോ, ഞാനും അങ്ങനെ തന്നെയാണ്. നമ്മുടെ മുമ്പിൽ തൊട്ട് മുമ്പ് കണ്ട ഒരു സീന് പിശാച് നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നിടും. എന്നിട്ട് നമ്മളെ ചിരിക്കും. നിസ്കരിക്കുമ്പോൾ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ ആ പിശാച് ആ റീൽസ് നമ്മളെ മുമ്പിലേക്ക് ചെവിയിൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും, നമ്മളെങ്ങനെ ചിരിക്കും. നമ്മളെ നാവരോടത്ത് ഹൃദയരോടത്ത് മറ്റൊന്നോടത്ത് ഈ ഒരവസ്ഥയിലേക്ക് മാറുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നിസ്കാരത്തിൽ ഹൃദയ സാന്നിധ്യത്തോടുകൂടി നിസ്കരിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന നമ്മൾ ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് പ്രാർത്ഥന? നിസ്കാരത്തിന് ശേഷമുള്ള അദ്കാറുകളിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ. എന്താണ് പ്രാർത്ഥന? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. നമ്മളൊക്കെ ചൊല്ലലുണ്ട്. എന്താണ് അതിൻ്റെ പക്ഷെ ആശയം പോലും തലയിൽ കയറിയില്ല. അതാണ് വിഷയം. അല്ലാഹുമ്മ അഇന്നി അല്ലാഹുവേ നീ എന്നെ സഹായിക്കണമേ. അലാ ദിക്രിക നിന്റെ സ്മരണ നിലനിർത്താൻ നീ എന്നെ സഹായിക്കണം. വശുക്രിക നിനക്ക് നന്ദി ചെയ്യാനും. വഹുസ്നി ഇബാദതിക നിനക്കുള്ള ഇബാദത്ത് ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യാനും അല്ലാഹുവേ നീ എന്നെ സഹായിക്കണമേ എന്ന്. ഈ ഒരു സഹായം അല്ലാഹു തന്നെ നൽകണം സഹോദരങ്ങളെ. നമ്മുടെ ഹൃദയത്തിന് സാന്നിധ്യം കിട്ടണമെങ്കിൽ അത് അല്ലാഹു തന്നെ നൽകണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് ഈ പരിശുദ്ധ റമദാൻ ശരീഫ് കൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയ സാന്നിധ്യത്തോടുകൂടി നിസ്കരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ കൈവരിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അവനെ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അവനെ ആരാധിക്കാൻ, അവനെ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധ റമദാൻ ശരീഫ് കൊണ്ട് നമ്മുടെ പാപങ്ങൾ അത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരികയും നമുക്ക് നരകമോചനം നൽകുകയും സ്വർഗ്ഗപ്രവേശനം എളുപ്പമാക്കുകയും നമ്മുടെ പദവികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുകയും ചെയ്യുമാറാവട്ടെ.